ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരം ഷാറൂഖ് ഖാനോ രജനീകാന്തോ അല്ല. ഒരു സിനിമ ചെയ്യാൻ ഈ താരത്തിന് 325 കോടി രൂപയാണ് പ്രതിഫലം. ബോളിവുഡിൽ ഷാറൂഖ് ഖാൻ ആയിരുന്നു മുൻപ് ഈ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്നത്. ഇന്ത്യൻ സിനിമയിലെ പ്രതിഫല റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് നടൻ രൺവീർ സിംഗ്. ദുരന്തർ സിനിമകളുടെ വിജയത്തോടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമായി മാറിയിരിക്കുകയാണ് അദ്ദേഹം. ഷാറൂഖ് ഖാൻ, രജനീകാന്ത്, അല്ലു അർജുൻ തുടങ്ങിയ വൻനിര താരങ്ങളെ പിന്നിലാക്കിയാണ് രൺവീർ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഒരു സിനിമാ പ്രോജക്റ്റിൽ നിന്ന് മാത്രം ഏകദേശം 325 കോടി രൂപയാണ് രൺവീർ സിംഗ് സമ്പാദിച്ചത്. ഇത് ഇന്ത്യൻ ചലച്ചിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തുകയാണിത്. ആദിത്യദർ സംവിധാനം ചെയ്ത് 2 ഭാഗങ്ങളിലായി പുറത്തിറങ്ങിയ ദുരന്തർ ആഗോളതലത്തിൽ 3200 കോടി രൂപയുടെ മൊത്തം വരുമാനം നേടി. ഇന്ത്യയിൽ നിന്ന് മാത്രം 1900 കോടി രൂപ നെറ്റ് കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് സാധിച്ചു. ഈ സിനിമയുടെ വൻ വിജയം രൺവീറിനെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മൂല്യമുള്ള താരമാക്കി മാറ്റി. വിവിധ ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ സിനിമയ്ക്കായി രൺവീർ സിംഗ് തന്റെ സാധാരണ പ്രതിഫലം വാങ്ങുന്നതിന് പകരം ലാഭവിഹിതം സ്വീകരിക്കുക മാത്രമാണ് തെരഞ്ഞെടുത്തത്. സിനിമയുടെ നിർമ്മാണ വേളയിൽ ബഡ്ജറ്റ് വർദ്ധിച്ചപ്പോൾ അദ്ദേഹം സ്വന്തം പണം കൂടി ചിത്രത്തിനായി മുടക്കിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ലാഭവിഹിതം വർദ്ധിക്കാൻ കാരണമായി. തിയേറ്റർ ബോണസ്, ഡിജിറ്റൽ, സാറ്റലൈറ്റ്, മ്യൂസിക് അവകാശങ്ങൾ എന്നിവയിൽ നിന്നുള്ള വരുമാനം ഉൾപ്പെടെയാണ് രൺവീറിന്റെ വിഹിതം 325 കോടി രൂപയിലെത്തിയത്. പ്രമുഖ താരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ രൺവീറിന്റെ നേട്ടം ശ്രദ്ധേയമാണ്. 2024 പുറത്തിറങ്ങിയ ജയിലർ എന്ന ചിത്രത്തിലൂടെ 250 കോടി രൂപയിലധികം പ്രതിഫലം പറ്റിയതിന് രജനീകാന്തിന്റെ പേരിലായിരുന്നു മുൻപത്തെ റെക്കോർഡ്. അല്ലു അർജുൻ, പ്രഭാസ് എന്നിവർ തങ്ങളുടെ സമീപകാല ചിത്രങ്ങളിലൂടെ 200 കോടി രൂപയിലധികം പ്രതിഫലം നേടിയിട്ടുണ്ട്. ബോളിവുഡിൽ ഷാറൂഖ് ഖാൻ ആയിരുന്നു മുൻപ് ഈ പട്ടികയിൽ മുന്നിലുണ്ടായിരുന്നത്.